ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രേപ്പ് പേപ്പർ കൊണ്ടുള്ള ഒരു റോസ പൂവാണ്. സിമ്പിളാണ്. ഞാൻ എടുത്തേക്കുന്ന ഈ പേപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന 5 രൂപയേ ഉള്ളൂ. യെല്ലോ കളർ. നമുക്കപ്പം അത് മടക്കി വൃത്തിയായിട്ട് എടുക്കാം. ഞാനിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. നമുക്കിനി സിസർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് വെച്ചാണ് നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ നിവർത്തി അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു വശം ഇങ്ങനെ ചെറുതായിട്ട് ചരിച്ച് മടക്കുക. അത് മടക്കി വെക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ടാണ് റോസാപ്പൂവിൻ്റെ ഇതളുണ്ടാക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് റോൾ ചെയ്ത് ഈ ടേപ്പിലെടുക്കുക. റോസാപ്പൂവിൻ്റെ ഇതളിൻ്റെ ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഈസിയായിട്ട് നമുക്ക് റോസാപ്പൂവൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റും. റെഡിമെയ്ഡ് ലീവ്സ് കടയിൽ കിട്ടും, പിന്നെ സ്റ്റെമ്മും കിട്ടും. അതുണ്ടെങ്കിൽ നമുക്കത് മേടിച്ചിട്ട് ഈ ഫ്ലവർ ഉണ്ടാക്കി അതെല്ലാം ചെയ്ത് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി പറ്റും. നമ്മുടെ വീട്ടിലെ ഫ്ലവറസിലൊക്കെ നമുക്ക് തന്നെ ഈ പേപ്പർ മേടിച്ചുണ്ടാക്കാൻ പറ്റും. മാർക്കറ്റിൽ കിട്ടുന്ന ഫ്ലവറസിനൊക്കെ ഇടിഞ്ഞ വിലയാണ്. ചെറുതായിട്ട് അതിൻ്റെ ഐറ്റം ഇങ്ങനെ നമ്മൾ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഏതായാലും തീരാറായി. എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം വരുന്ന ചുരുട്ടി ഒരു സൈഡിലോട്ടാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്നിട്ടത് എൻ്റെ ഒരറ്റത്ത് വെച്ചിട്ടിങ്ങനെ റോള് ചെയ്ത് കൊടുക്കുക. പതുക്കെ റോള് ചെയ്ത് മടക്കിനനുസരിച്ച് ഓരോ അറ്റം ഇങ്ങനെ റോള് ചെയ്തെടുക്കുക. ഏകദേശം റോസാപ്പൂവിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ച് വേണേൽ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ റോസാപ്പൂ ക്രേപ്പ് പേപ്പർ കൊണ്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിരിക്കും.
ഇതാണ് ക്രേ പേപ്പർ കൊണ്ടുള്ള റോസ്.